ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മമ്മൂക്ക ഫാൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു മമ്മൂക്ക ചിത്രം ഇറങ്ങിയിരിക്കുകയാണ് ടെർബോ. മധുരരാജയ്ക്ക് ശേഷം വൈശാഖും മമ്മൂക്കയും ഒരുമിച്ച് ചേർന്ന ചിത്രം കൂടിയാണ് ടെർബോ. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു ടെർബോ. ചിത്രം നമ്മൾ ട്രെയിലർ കണ്ടപോലെ തന്നെ ഒരു അടിപ്പടം കേട്ടോ, നല്ല മാസ് എന്റർടൈൻമെന്റ് പടം തന്നെയാണ് ടെർബോ. നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കോമഡി ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ഇൻട്രോ ഒക്കെ വളരെ സിമ്പിളായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു നോർമലായിട്ട് കുറേ കോമഡി ആയിരുന്നു കണ്ടത്. പിന്നെ നമ്മുടെ രാജ്പി ഷെട്ടിയുടെ എൻട്രോ അതേപോലെ തന്നെ വില്ലൻ്റെ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന് ഞാൻ ചിത്രം തന്നെ അങ്ങ് മാറും. അടിപൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഹാഫിൽ തുടക്കം മുതൽ എൻഡ് വരെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക രോമാഞ്ചം വരും. അല്ലെങ്കിൽ എന്താ ആ ചിത്രത്തിൽ ഇങ്ങനെ നമ്മൾ പിടിച്ചിരുത്തും. ആ രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് സെക്കൻഡ് ഹാഫിൽ പടം കൊണ്ടുവന്നത്. മമ്മൂക്കയുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു വില്ലൻ തന്നെയായിരുന്നു ടെർബോയിലുള്ളത്. നമ്മുടെ രാജ്പി ഷെട്ടി നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു, നല്ലൊരു സ്ക്രീൻ സ്പേസും അതേമാതിരി തന്നെ മമ്മൂക്കൊക്കെ കട്ടക്ക് തന്നെയായിരുന്നു രാജ്പി ഷെട്ടി ടെർബോയിലെ ആ ഒരു പെർഫോമൻസ് ഒക്കെ തന്നെ. നമ്മുടെ ട്രെയിലറിൽ കണ്ടമാതിരി തന്നെ അടി സെക്കൻഡ് ഹാഫിലും ഫുൾ അടി തന്നെ. നമ്മുടെ ട്രെയിലറിൽ അതിൻ്റെ സാമ്പിൾസ് ഒക്കെ കാണിച്ചിരുന്നില്ല, നമ്മളെ ബസ് ഫൈറ്റ് പോലീസ് ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. പിന്നെ ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രീതിയിലുള്ള ഫൈറ്റ്സ് തന്നെയായിരുന്നു. നമ്മുടെ മമ്മൂക്ക ഈ 73-ാം വയസ്സിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രായത്തിൽ ഇതുപോലൊക്കെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ മമ്മൂക്ക ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ്. അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു ആക്ടർ തന്നെയാണ് മമ്മൂക്ക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഈ അടുത്ത് ഇറങ്ങിയ വെച്ച് തന്നെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന പടങ്ങളിൽ ഒന്ന് തന്നെയാണ് ടെർബോ. തീർച്ചയായും തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു പടം തന്നെയാണ് ടെർബോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് പടത്തിന്റെ ബിജിഎം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിജിഎം ആണ് മമ്മൂക്ക വരുന്നത്. അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസിലൊക്കെ ആ ഒരു ബിജിഎം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ തന്നെ ഒരു ഗൂസ് ബംസ് ഒക്കെ വരും. അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു ബിജിഎം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ കാണാം. ഒരു അടിപൊളി പടം തന്നെയായിരിക്കും, എന്തായാലും മിസ് ചെയ്യേണ്ട.